അതായത് ഒരു ബിഷപ്പ് ഫ്രാങ്കോവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾക്ക് ആ സമരത്തിന് പിന്തുണ കൊടുത്തതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം ചോദിക്കട്ടെ. കാരണം ഈ കേരളത്തിലെ ഇപ്പം ട്രയൽ കോർട്ട് ബിഷപ്പ് ഫ്രാങ്കോയെ വെറുതെ വിട്ടു. അത് വീണ്ടും അപേക്ഷ കൊടുത്തിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ കേസിനകത്ത് ബിഷപ്പ് ഫ്രാങ്കോ ക്ലീൻ ഇമേജ് ആണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ ബിഷപ്പ് ഫ്രാങ്കോ നിലവിലുള്ള ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ ആ നിയമ സംവിധാനം അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ച് കടന്നുപോയി. അതിന് കത്തോലിക്ക സഭ ഫ്രാങ്കോ ബിഷപ്പിനെ പിന്താങ്ങുകയോ നടക്കുകയോ ചെയ്തില്ല. വ്യക്തിപരമായി കേസ് നടത്തി കേസ് ക്രിമിനൽ കോടതി അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കോടതി എടുത്ത നിലപാട് ശരിയല്ല. ചായക്കടയിൽ ഇരുന്ന് നിയമം പറയുന്നത് പോലെ ഇവിടെ ചില ചാനലുകൾ പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നത് വലിയ ഖേദകരമാണ്. ഇപ്പൊ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദാഹരണം പറയാം. ആൻഡ്രൂസ് താഴത്ത് പിതാവ് പോപ്പുലർ ഫണ്ട് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യം. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയില് വിധ്വംസക പ്രവർത്തനം നടത്തി എന്ന് കണ്ടെത്തി പിടിച്ച് അറസ്റ്റ് ചെയ്ത് നിരവധി ആളുകളെ ജയിലിൽ കൊണ്ടുപോയി നിയമത്തിന് കീഴിലാക്കിയപ്പോ അത് ഒരു സമൂഹത്തിനെതിരെ നടത്തുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ നാൾ വരെ വായിൽ നിന്ന് ഒരബദ്ധം പറയാത്ത ബിഷപ്പ്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. സാർ ഉദ്ദേശിക്കുന്നില്ല, ഈ ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയുണ്ട്. ഈ പറയുന്ന കാത്തലിക് സഭയ്ക്കകത്ത് ഒരു തീവ്രവാദ സംഘടന ഇൻസേർട്ട് ചെയ്തു, ഫണ്ട് ചെയ്ത് അതിനകത്ത് അടിയുണ്ടാക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കാത്തലിക് സഭയ്ക്ക് ലോകത്തെവിടെ നിൽക്കാൻ പറ്റുന്നത്? അത് എറണാകുളത്ത് ഒരു ബിഷപ്പ് പോട്ടെ, എറണാകുളത്ത് ഒരു വൈദികൻ, ഒരു പ്രായമായ വൈദികനാണ്. പ്രായം എന്ന് പറയുന്നത് ക്രൈസ്തവമായ വൈദികൻ ക്രിസ്മസ് ദിവസം 25-ാം തീയതി അല്ല, ക്രിസ്മസ് ദിവസം തെറ്റാണ്. ക്രിസ്മസ് ആചരിക്കുന്നത് സൂര്യദേവന്റെ ദിവസങ്ങൾ നോക്കിയാണ്. അത് ക്രിസ്മസായ ക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രൂപതയാണ് എറണാകുളം രൂപതയിലെ വൈദികരിലെ ഈ സഫർ ചെയ്യുന്ന വൈദികരിൽ ഒരാള്. അത് അവര് ക്രിസ്ത്യൻ പാഷണ്ഡത നടത്തുന്ന വൈദികരാണ് എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന വൈദികരിൽ ഭൂരിപക്ഷവും.